ഹായ് ഹലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡയമണ്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അതിലോട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചതിന് ശേഷം കുറച്ച് എള്ളും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതൊന്ന് കുറച്ച് നേരത്തേക്ക് അതൊന്ന് മൂടി വെക്കണം. അതിന് ശേഷം ഇവിടെ വന്ന് ഇത് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഇട്ടാണ് ഞാനിത് പരത്തി എടുക്കാൻ പോകുന്നത്. നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് പിച്ചാത്തി വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഡയമണ്ട് ആകൃതിയിൽ ഒന്ന് മുറിച്ച് നമുക്കെടുക്കാം. എല്ലാം ഇതുപോലെ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടപ്പത്തോട്ട് വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കാം. ഞങ്ങൾ ആട്ടിക്കുന്ന എണ്ണയാണ് എടുക്കുന്നത്. നമ്മൾ അത് ഊറ്റി കുറേ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിയിലത്തെ മട്ടാണ് കിടക്കുന്നത്. അത് ഊറ്റിയെടുത്തില്ലെങ്കിൽ പെട്ടെന്ന് കനച്ച് പോകും. അതുകൊണ്ടാണ് അത് തന്നെ ഞാൻ എടുത്തത്. ഇനി എണ്ണ തിളച്ച് വരുന്നുണ്ട്. ആ എണ്ണയിലോട്ട് ഇതെല്ലാം പെറുക്കിയിട്ട് കൊടുക്കുക. നന്നായിട്ട് ഈ പരുവമാകുമ്പോൾ അത് കോരി മാറ്റി വെക്കുക. അങ്ങനെ എല്ലാം അതുപോലെ തന്നെ വറുത്തെടുക്കുക. അതിനുശേഷം എല്ലാം വറുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി അതിലോട്ട് തുള്ളി കൊടുക്കുക. എൻ്റെ അമ്മ എനിക്ക് ചെയ്തു തന്നിരുന്നത് പഞ്ചസാര ലൈനിലിട്ടാണ് ചെയ്തു തന്നിരുന്നത്. എൻ്റെ മോൾക്ക് എരിവാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ മുളക് പൊടി തുള്ളിയത്. ഇനി അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായയും വെച്ച് ഞങ്ങളത് 3 പേരും കൂടെ കഴിച്ചു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്